ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുമുള്ള ഈ യഥാർത്ഥ ലോകത്തെ, അതായത് ഈ ഫിസിക്കൽ ലോകത്തെ, കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാകുന്ന ഡിജിറ്റൽ ഡേറ്റയാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ സെഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യഥാർത്ഥ ലോകത്തിലെ വിവരങ്ങളെ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റുന്ന ആധുനിക സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്: OMR, ബാർകോഡ് സ്കാനിംഗ്, ബാങ്കുകളിലെ MICR, ബയോമെട്രിക്സ്, പിന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ്. ഇതിലൂടെ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് വിവരങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഈ യഥാർത്ഥ ലോകത്തെ വായിക്കുന്നത്? അതായത്, നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങളെ ഒരു മെഷീൻ എങ്ങനെയാണ് അത്ര കൃത്യമായി മനസ്സിലാക്കുന്നത്? ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു പ്രക്രിയയാണതല്ലേ? ശരി, നമുക്ക് നേരെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. OMR ഉപയോഗിച്ചുള്ള ഗ്രേഡിംഗ്. ലക്ഷക്കണക്കിന് പേപ്പറുകൾ നോക്കുന്ന ആ വലിയ കടമ്പ അവരെങ്ങനെയാണ് മറികടക്കുന്നതെന്ന് നോക്കാം. OMR, അതായത് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇതൊരു ഓപ്റ്റിക്കൽ ഇൻപുട്ട് ഉപകരണമാണ്. പേപ്പറിലെ പെൻസിൽ അടയാളങ്ങൾ വായിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും, അല്ലേ? വെറുമൊരു കടലാസിലെ ചെറിയ പെൻസിൽ മാർക്കുകൾ വായിച്ചെടുക്കുന്ന ഒരു ചെറിയ ടെക്നിക്. പക്ഷേ ഇത് ചെയ്യുന്ന ജോലി ചില്ലറയല്ല കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എവിടെയാണെന്നറിയാമോ? നമ്മുടെ വലിയ മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ തന്നെ. ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷാ പേപ്പറുകൾ ഒട്ടും തെറ്റില്ലാതെ വളരെ വേഗത്തിൽ പരിശോധിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഈ ഉപകരണത്തിന് കഴിയും. ഒരുപക്ഷേ നിങ്ങളുടെ തന്നെ പല എക്സാം റിസൾട്ടുകളും തീരുമാനിച്ചത് ഈയൊരു മെഷീനായിരിക്കും. അടുത്തതായി നമുക്ക് ബാർകോഡ് സ്കാനിങ്ങിലേക്ക് പോകാം. പ്രിന്റ് ചെയ്ത കോഡുകൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ കടകളിൽ സ്ഥിരമായി കാണുന്ന ആ സ്കാനറില്ലേ? ഇതിൽ പ്രധാനമായും ഒരു സ്കാനർ, ഒരു ഡീകോഡർ, പിന്നെ സിസ്റ്റവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ എന്നിവയാണുള്ളത്. പ്രകാശത്തെ, അതായത് ഒപ്റ്റിക്കൽ ഇമ്പൾസുകളെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഇതൊന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കൂ. ആദ്യം ബാർകോഡിന് മുകളിലേക്ക് ആ സ്കാനറിൽ നിന്നൊരു ലേസർ ബീം പതിക്കുന്നു. ഈ പ്രകാശം ബാർകോഡിൽ തട്ടി തിരികെ വരുമ്പോൾ പ്രതിഫലിക്കുന്ന ആ പ്രകാശത്തിന്റെ അളവ് റീഡർ കൃത്യമായി അളക്കുന്നു. നമ്മൾ കണ്ണ് ചിമ്മുന്ന സമയത്തിനുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ബാർകോഡിലെ കറുത്ത വരകളും അവയ്ക്കിടയിലുള്ള വെളുത്ത ഭാഗങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം. കറുത്ത വരകൾ വളരെ കുറഞ്ഞ പ്രകാശം മാത്രമേ തിരികെ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ആ വെളുത്ത ഭാഗങ്ങളോ, അവ കൂടുതൽ പ്രകാശം തിരികെ നൽകും. ഈ വെളിച്ചത്തിന്റെ വ്യത്യാസത്തെയാണ് കമ്പ്യൂട്ടർ കൃത്യമായ ഡാറ്റയായി മാറ്റിയെടുക്കുന്നത്. സിമ്പിൾ ആൻഡ് പവർഫുൾ. ഇനി നമ്മൾ ബാങ്കിംഗ് മേഖല നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദിവസേന വരുന്ന കോടിക്കണക്കിന് ചെക്കുകൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? അവിടെയാണ് MICR വരുന്നത്. MICR അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. കോടിക്കണക്കിന് ചെക്കുകൾ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ ബാങ്കുകളെ സഹായിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെക്ക് ലീഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും താഴെയായി ഒരു വെളുത്ത ഭാഗത്ത് കുറച്ച് പ്രത്യേക അക്കങ്ങൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെയാണ് ഈ ടെക്നോളജിയുടെ മാജിക് ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്നല്ലേ? ഒന്നാമതായി, ഇത് പ്രിന്റ് ചെയ്യാൻ ഇരുമ്പ് ഓക്സൈഡ് അടങ്ങിയ ഒരു പ്രത്യേകതരം മാഗ്നറ്റിക് മഷിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേക അക്ഷരങ്ങളും അക്കങ്ങളും, അതും മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഫോണ്ടിലാണ് പ്രിന്റ് ചെയ്യുന്നത്. പക്ഷേ കേട്ടോളൂ, ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല. ഈ മാഗ്നറ്റിക് മഷി ഉപയോഗിക്കുന്നതുകൊണ്ട് ആ അക്കങ്ങൾക്ക് മുകളിൽ ആരെങ്കിലും പേന കൊണ്ട് വരച്ചാലോ, ക്യാൻസലേഷൻ മാർക്കുകളോ ഒപ്പുകളോ വന്നാൽ പോലും കമ്പ്യൂട്ടറിന് ആ അക്കങ്ങൾ വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. ശരിക്കും ഒരു സൂപ്പർ പവർ തന്നെയാണതല്ലേ? ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചില വസ്തുക്കളെയും കടലാസുകളെയും കമ്പ്യൂട്ടർ എങ്ങനെ വായിക്കുന്നുവെന്നാണ്. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. മനുഷ്യ ശരീരത്തെ തന്നെ ഒരു ഇൻപുട്ടായി മാറ്റുന്ന ബയോമെട്രിക്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ മനുഷ്യനും തികച്ചും വ്യത്യസ്തരാണ്. നമ്മുടെ വിരലടയാളങ്ങൾ, കണ്ണിലെ റെറ്റിന, ഐറിസ് പാറ്റേണുകൾ, ഇവയെല്ലാം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്ന സവിശേഷമായ ജൈവ സവിശേഷതകളാണ്. ഈ ശാരീരിക പ്രത്യേകതകളെയാണ് ഒരു ബയോമെട്രിക് സെൻസർ നേരിട്ട് ഇൻപുട്ട് സിഗ്നലുകളായി സ്വീകരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒരു ഉപയോക്താവിനെ കൃത്യമായി തിരിച്ചറിയുക, അവർ അവകാശപ്പെടുന്ന വ്യക്തി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക, ഒപ്പം അവരുടെ വ്യക്തിത്വം ആധികാരികമായി സ്ഥിരീകരിക്കുക. ഇന്നത്തെ കാലത്ത് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇതിലും വലിയൊരു പകരക്കാരനില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യന്റെ ശബ്ദത്തെ, അതായത് സംസാരത്തെ, കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ടെക്സ്റ്റാക്കി മാറ്റുന്നതെന്ന് നോക്കാം. സ്പീച്ച് റെക്കഗ്നിഷൻ.
നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെ കൃത്യമായി ടെക്സ്റ്റ് അഥവാ അക്ഷരങ്ങളാക്കി വിവർത്തനം ചെയ്യുന്ന അത്ഭുത സാങ്കേതികവിദ്യയാണിത്. ശബ്ദത്തിനും എഴുത്തിനുമിടയിലുള്ള ഏറ്റവും മികച്ച ഒരു പാലമാണിതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ? വളരെ സിമ്പിളാണ്. ആദ്യപടിയായി നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ സിസ്റ്റം ക്യാപ്ചർ ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ വാക്കുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുന്നു. അവസാനമായി ഈ ഡിജിറ്റൽ സിഗ്നലുകളെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. വിശ്വസിക്കാൻ കഴിയാത്തത്ര വേഗത്തിലാണ് ഈ പ്രക്രിയകൾ ഓരോന്നും നടക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും രസകരമായ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈ സാങ്കേതികവിദ്യകളിൽ എത്രയെണ്ണവുമായി നിങ്ങൾ ഇന്ന് ഇടപഴകിയിട്ടുണ്ടാകും? സൂപ്പർമാർക്കറ്റിലെ ബാർകോഡ് സ്കാനർ തൊട്ട് നിങ്ങളുടെ സ്വന്തം ഫോണിലെ ഫിംഗർ പ്രിന്റ് സെൻസറും വോയിസ് അസിസ്റ്റന്റും വരെ അതിൽ വരും. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.